ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചേച്ചിയുടെ വീഡിയോ ഇടാനൊന്നും സമയമില്ല. ഇന്ന് ചേച്ചിയുടെ മുഖം ഒന്ന് വൃത്തിയാക്കാൻ നോക്കുവാണ്. അതിനുവേണ്ടി ഒരു പാക്ക് ഇടുകയാണ്. അതാണ് ഇപ്പോൾ പാക്ക് ഇടുമ്പോഴാണ് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം ചേച്ചി വീട്ടിലുള്ള പൊടികളൊക്കെ വെച്ചാണ് ഇങ്ങനെ പാക്ക് ഉണ്ടാക്കി മുഖത്തെല്ലാം ഇടുന്നത്. എല്ലാം ഹോം റെമഡീസ്, അല്ലാതെ വാങ്ങുന്നത് ഒരു പ്രോഡക്റ്റും ചേച്ചി ഉപയോഗിക്കത്തില്ല. അപ്പം ഞാനിടുന്ന ഈ കാര്യം നിങ്ങൾക്കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. ചേച്ചി എടുത്തേക്കെന്ന് പറയുന്നത് ഒരു ശകലം അരി എടുത്തിട്ട് ഊര വെച്ച് അത് രാവിലെ അരച്ചെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് മിക്സാക്കി ഒരു ശകലം നമുക്ക് ആവശ്യം എത്ര വേണ്ടോയെന്ന് വെച്ചാൽ അത്രയും ചേർത്താൽ മതി. ഞാനത് ഒരു ശകലം അരി അരച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് അത് മിക്സ് ചെയ്തിട്ട് മുഖത്തിടുവാണ്. അത് ഇടുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. ഇവിടെ ഒരു കണ്ണാടിയുണ്ട്, ആ കണ്ണാടിയിൽ നോക്കി ഇടുക. ഇട്ട് തോന്നെ സമയമൊന്നും ഇരിക്കണ്ട, ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ അങ്ങ് കഴുകിക്കളയാം. ഇത് വല്ലപ്പോഴൊക്കെ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ചയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മുഖത്ത് കുറച്ച് ഗ്ലോ ഉണ്ടാവുകയും ആ മുഖത്തുള്ള ഈ കുരുക്കളൊക്കെ ഈ ചൂടുകുരുവൊക്കെ വരുമല്ലോ, ചൂടുകുരുവൊക്കെ അതൊക്കെ ഒന്ന് മാറുന്നതിന് നല്ലതാണ്. പിന്നെ ചേച്ചിയുടെ മുഖം അത്ര വെളുപ്പമല്ലാത്തതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയുകയും ചെയ്യാം ആ കുറച്ച് വെളുപ്പമാവുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കണം. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കാശ് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ല കൊറിയക്കാരൊക്കെ ഇതാ ചെയ്യുന്നത്. കൊറിയയിലെ എല്ലാവരും ഇതാണ് ചെയ്യുന്നത്, ഫേഷ്യൽ ചെയ്യുന്നത്. അവർ ഇതിൻ്റെ വെള്ളമാണ് എടുത്തിട്ട് മുടിയിൽ പുരട്ടുന്നത്. ഇത് നല്ലതാണ്. ഇത് നമ്മൾ എത്രയോ എക്സ്പെൻസ് കൊടുത്തിട്ട് നമ്മൾ പ്രോഡക്റ്റുകൾ ഒത്തിരി പുട്ടിയെല്ലാം മേടിച്ച് മുഖത്തൊക്കെ ഇടുന്നു. അതിനെക്കാട്ടി എത്രയോ നല്ലതാണ്. ഇച്ചിരി മെനക്കെടണം. പിന്നെ ഇച്ചിരി മെനക്കെട്ടാൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. വേറൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവത്തുമില്ല, അലർജി ഉണ്ടാവത്തുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ. എല്ലാവർക്കും ചെയ്യാം, ആണുങ്ങൾക്കും ഇടാം, പെണ്ണുങ്ങൾക്കും ഇടാം, എല്ലാവർക്കും ഇടാം. കണ്ണിനകത്ത് ഇടണമെന്നില്ല, ഇങ്ങനെ മുഖത്തൊക്കെ ഇടാം. കണ്ണിൻ്റെ പോളയിലൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല. കണ്ണിനകത്ത് വീഴാതിരുന്നാൽ മതി. വീണാൽ കാര്യമില്ല, അന്നേരം പിന്നെ കണ്ണ് നോവും. അതുകൊണ്ട് രാവിലെ ഇതൊക്കെ പരിപാടി. നല്ലതായിട്ട് മസാജ് ചെയ്ത് ഇച്ചിരി ഉണങ്ങുമ്പോൾ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നല്ല ഒരു കോട്ടൺ തുണി എടുത്തിട്ടേ ഇതങ്ങ് തുടച്ചെടുക്കണം. തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനിത് ഇന്ന് കറി വെക്കാൻ ഇച്ചിരി തേങ്ങ അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കണമായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചേ ഇതും കൂടെ ഒക്കെ ചെയ്യാം. എന്തായാലും തേങ്ങാപ്പാൽ എടുക്കണം. അപ്പം ഇതുകൂടെ എൻ്റെ മുഖവും കൂടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡ് സോപ്പ് തന്നെ. ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. കെമിക്കൽ സോപ്പൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ മുഖത്തിനും മുടിക്കും പൊതുവേ ഞാൻ എൻ്റെ സ്കിന്നിനെല്ലാം ഞാൻ കുറച്ച് പ്രൊട്ടക്റ്റ് കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സമയം കിട്ടുമ്പോഴെല്ലാം വലിച്ചുവാരിയിടും. അപ്പം നിങ്ങളും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചേച്ചി ഒരു 10 നിമിഷം ഇരുന്നിട്ട് കഴുകി കളയും. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യണം കേട്ടോ. പോയിട്ട് വരാം. നാളെ ചേച്ചി വീഡിയോ ഇടുന്നുണ്ട്.